ഹായ് യങ് മേക്കർ മാജിക് ഇൻ യുവർ മൈൻഡ് ചാലഞ്ചിന്റെ 4ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഭാവനയുടെ ശക്തിയെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം എന്താണെന്നോ? സത്യസന്ധത. മറ്റാരോടുമല്ല, നമ്മളോട് തന്നെയുള്ള സത്യസന്ധത. അപ്പൊ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. നമുക്കിന്നത്തെ ഈ ഒരു യാത്ര ജോൺ മ്യൂറിന്റെ വളരെ ശക്തമായ ഈ വാക്കുകളോടെ തുടങ്ങാം. ഭാവനയുടെ ശക്തി നമ്മെ അനന്തരാക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഒരു ആശയം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ടു പോകാം. കാരണം നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തികേന്ദ്രം. അതിനകത്തൊളിഞ്ഞിരിക്കുന്ന ആ മാന്ത്രികതയെ എങ്ങനെ പുറത്തുകൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. ശരി, അപ്പോ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു എക്സസൈസിലേക്ക് കടക്കാം. ഏതൊരു വളർച്ചയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മളോട് തന്നെ 100% സത്യസന്ധരായിരിക്കുക എന്നതാണ്. കാരണം നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് ഒരടി പോലും വെക്കാനാവില്ല, അല്ലേ? ഈ ആശയം കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം. പക്ഷേ ഇതിന്റെ ശക്തി വളരെ വലുതാണ്. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തെത്തണമെങ്കിൽ അതെ, നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കണം. ഇത് നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെയാണ്. നമ്മുടെ കറന്റ് ലൊക്കേഷൻ അറിയാതെ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഈ സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ് വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ ചവിട്ടുപടി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ ജേർണലോ അല്ലെങ്കിൽ ഒരു പേപ്പറോ പേനയോ ഒക്കെ കയ്യിലെടുത്തോളൂ. ഞാൻ ചോദിക്കാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് വളരെ സത്യസന്ധമായി ഉത്തരം നൽകാൻ തയ്യാറാവുക. ഇത് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഗംഭീരാവസരമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഞാൻ എങ്ങനെയാണ് ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നത്? നിങ്ങൾ സാധാരണയായി നിങ്ങളെ തന്നെ പേടിപ്പെടുത്തുന്ന വലിയ വലിയ ലക്ഷ്യങ്ങളാണോ വെക്കാറ്? അതോ എളുപ്പത്തിലെത്താൻ കഴിയുന്ന ചെറിയ, സേഫായിട്ടുള്ള ലക്ഷ്യങ്ങളാണോ തിരഞ്ഞെടുക്കുന്നത്? ഇതിന് ശരിയോ തെറ്റോ ഇല്ല കേട്ടോ. നിങ്ങളുടെ രീതി എന്താണെന്ന് മനസ്സിലാക്കുക. ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് ഉത്തരമെഴുതിക്കോളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം: എത്ര തവണ ഞാൻ എന്റെ പരിധികൾ ഭേദിക്കാൻ ശ്രമിക്കാറുണ്ട്? അതായത് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ ഒതുങ്ങിക്കൂടാറുണ്ടോ? അതോ അതിനപ്പുറത്തേക്ക് പോകാൻ സ്വയം ഒന്ന് പുഷ് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ വളർച്ചയുടെ താക്കോല് ഒരുപക്ഷെ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലായിരിക്കും. ഇതാ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം എനിക്ക് നേടാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ വിശ്വാസമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സ്. ഇതിന് ഏറ്റവും സത്യസന്ധമായ ഉത്തരം തന്നെ നൽകണം. ഈയൊരു പരിശീലനത്തിന് ആകെ ഒരൊറ്റ നിയമമേയുള്ളൂ. ഒരു കാരണവശാലും സ്വയം വിലയിരുത്തരുത്. നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങൾക്ക് ശരിയോ തെറ്റോ ഇല്ല. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ തെറ്റായ ഉത്തരങ്ങളേ ഇല്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഉത്തരം എന്താണോ അത് സത്യസന്ധമായി അങ്ങ് എഴുതുക. ഇതൊരു പരീക്ഷയല്ല, നിങ്ങളെ തന്നെ മനസ്സിലാക്കാനുള്ളൊരവസരമാണ്. സ്വയം ജഡ്ജ് ചെയ്യാനുള്ളതല്ല ഇത്. ഇതൊരു സേഫ് സ്പേസാണ്. ഇപ്പോ ആ 3 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലേ? ഇവ വെറും ഉത്തരങ്ങളല്ല. ഇതാണ് നിങ്ങളുടെ ഭാവിയുടെ വിക്ഷേപണത്തറ, അതായത് നിങ്ങളുടെ ലോഞ്ച് പാഡ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ഇനി എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ ഈ ഉത്തരങ്ങൾ നിങ്ങളെ ഒരുപാട് സഹായിക്കും. നിങ്ങളുടെ യഥാർത്ഥ യാത്ര ഇവിടെ തുടങ്ങുന്നു. ഇത് നമ്മളോട് പറയുന്നത് ഇത്രയുള്ളൂ: നിങ്ങളുടെയെല്ലാം മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു അത്ഭുതകരമായ മാന്ത്രിക ശക്തിയുണ്ട്. അതിനെ തിരിച്ചറിയുക, അതിനെ പരിപോഷിപ്പിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. ഓരോ ദിവസവും പഠിച്ചുകൊണ്ടേയിരിക്കുക, വളർന്നുകൊണ്ടേയിരിക്കുക. അപ്പോ നമ്മൾ ഇന്നത്തെ ചാലഞ്ചിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധരായി. ഇനി ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ മുന്നിൽ തുറന്നുകിടക്കുന്ന ആ സാധ്യതകളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോ എന്തൊക്കെയാണ് സാധ്യമാകുന്നത്? ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് അടുത്ത ദിവസം കാണാം.